ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജസീമ ജെനീഷ് വ്ളോഗ്. ഇന്ന് ഞാനൊരു അടിപൊളി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ് ഫ്രൈഡ് റൈസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്രൈഡ് റൈസിലേക്കുള്ള റൈസ് നമുക്ക് റെഡിയാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വെള്ളം ഞാൻ എടുത്തിട്ട് നന്നായി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതിൽ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ റൈസ് സ്റ്റിക്കായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 1 കപ്പോളം റൈസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ റൈസിൻ്റെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ നമ്മൾ ബിരിയാണിക്കൊക്കെ ഊറ്റിയെടുക്കുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ ഫ്രൈഡ് റൈസിലേക്കും ചെയ്യുക. അപ്പോൾ അത്യാവശ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ നെയ്ച്ചോറിന് വെച്ച് കൊടുക്കുന്ന അതേപോലെയല്ല, നമ്മൾ നന്നായി വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടിപ്പോൾ നമ്മളുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 80% കുക്കായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൈസ് ഊറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഏകദേശം റൈസ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് നല്ലൊരു അരിപ്പ് പാത്രത്തിലേക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കുള്ള വെജിറ്റബിൾസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ആദ്യം തന്നെ ഒരു 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി ചിക്കി എടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടാണ് ചിക്കി എടുത്തിട്ടുള്ളത്. ഇനി അതേ സെയിം പാനിലേക്ക് ഞാൻ ഒരു ചെറിയൊരു ക്യൂബ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഓപ്ഷണലാണ്, പക്ഷെ നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കതൊരു പ്രത്യേക തരം ഫ്ലേവർ നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് ബട്ടറൊക്കെ നന്നായി മെൽറ്റായി വന്നതിലേക്ക് 1 ടീസ്പൂണോളം ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ്, അതുപോലെ സവാള, നിങ്ങളുടെ കയ്യിൽ ക്യാബേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാബേജും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം നമ്മൾ ഫ്രൈഡ് റൈസിന് എപ്പോഴും വെജിറ്റബിൾസ് കുക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസുകളൊക്കെ നല്ല ആ ഒരു കളറിൽ നിന്ന് മാറ്റം വരാതെ നമുക്ക് കിട്ടും. അപ്പോൾ അത് കാരണം നമ്മൾ ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനും നമുക്ക് ഈ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി ഞാൻ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായി സോട്ട് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ബ്ലാക്ക് പെപ്പറിനേക്കാളും നല്ലത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സോയാ സോസാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുള്ള എഗ്ഗും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതെല്ലാതും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ള റൈസ് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ റൈസ് എടുത്ത് ഊറ്റിയിട്ട് വെക്കുമ്പോൾ നല്ല പരന്ന പാത്രത്തിലോ അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം നന്നായി വാർന്നു പോകുന്ന ആ തരത്തിൽ വേണം നമ്മൾ എടുത്തിട്ട് വെക്കാൻ. തലേ ദിവസം റൈസ് കുക്ക് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിക്നെസ്സും, ഇതിപ്പോൾ സ്റ്റിക്നെസ്സൊന്നും ആയിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ റൈസ്. അപ്പോൾ ഇതേപോലെ നന്നായി വിട്ടിട്ടുള്ള ടൈപ്പിൽ വേണം നമുക്ക് റൈസ് കിട്ടാനായിട്ട്. പിന്നെ നമ്മൾ റൈസ് എടുക്കുന്നതായാലും വെജിറ്റബിൾസ് എടുക്കുന്നതായാലും ഒരേ പ്രപ്പോർഷൻസിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. റൈസ് കൂടുതലും പിന്നെ വെജിറ്റബിൾസ് കുറവും അങ്ങനെയൊന്നും ആക്കാൻ പാടില്ല. നമ്മളെപ്പോഴും അതിൻ്റെ ആ ഒരു
അതായത് റേഷ്യോ സെയിം ആയിട്ട് എടുക്കണം. ഇനി ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയനും പിന്നെ അതേപോലെ സെലറിയും ഞാൻ ചെറുതായി ചോപ്പ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസിൻ്റെ അതേ ആ ഒരു പ്രതീതി നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാണ്ട്, ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ആയാലും അതേപോലെ സെലറി ആയി കഴിഞ്ഞാലും, അപ്പോൾ സ്പ്രിംഗ് ഓണിയനും സെലറും എല്ലാവരും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേ ഇത്ര ഉള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഇത് നമുക്ക് ചില്ലി ചിക്കൻ്റെ കൂടെയോ അതല്ലാന്നുണ്ടെങ്കിൽ ഗാർലിക് ചിക്കൻ്റെ കൂടെയോ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഫ്രൈഡ് റൈസും. അപ്പോൾ ഗാർലിക് ചിക്കൻ്റെ റെസിപ്പി ഞാനിവിടെ മേലെ ഐക്കാർഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ അതിൽ പോയിട്ട് കണ്ട് ഗാർലിക് ചിക്കൻ തയ്യാറാക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നോക്കി അഭിപ്രായം പറയുക, അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും നന്ദി. അതുപോലെ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വല്ല ഫ്രണ്ട്സുകളും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ഒരു ബെല്ലൈക്കനും കൂടിയിട്ട് എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. Sound